എല്ലാ പോക്കിരികളും ഒന്ന് ഓടിച്ചാടി വന്നോളൂ. നമുക്ക് വരച്ചൊന്ന് എഴുതാൻ പഠിക്കാം. ഇതാ പുസ്തകവും പെൻസിലൊക്കെ എടുത്ത് വന്നോളൂ, നമുക്ക് എഴുതാൻ തുടങ്ങാം. ഇനി ഇതാ നമുക്ക് വരച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ വരച്ചോളൂ. ഒന്ന് ഇങ്ങനെ ഓരോ വരയിട്ട് ഇങ്ങനെ പോയിക്കോ. ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇങ്ങനെ കുനുകുനെ വരയ്ക്കാം. നമുക്കിതാ ഇങ്ങനെ വരയ്ക്കാം. പിന്നെ അത് കൂട്ടി ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചോ കേട്ടോ. ഇനി ഇതാ അങ്ങനെ കുനുകുനെ വരച്ചതുപോലെ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുക. ഇങ്ങനെ കുറേ വരയ്ക്കുക. ഇങ്ങനെ വരച്ചോളൂ. പേജ് നിറയെ വരച്ചോളൂ, പേടിക്കണം. നന്നായിട്ട് വരയ്ക്കുക. പിന്നെ ഇങ്ങനെയുള്ളത് ഇതിനുള്ളിലൂടെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഉള്ളിലൂടെ വരയ്ക്കുക. ഇങ്ങനെ ധാരാളം വരച്ച് കുറേ പേജില്ലേ, അപ്പോൾ എല്ലാത്തിലും വരച്ചോളൂ കേട്ടോ. നിരത്തി വരച്ചോളൂ. വരച്ച് പേജ് ഇങ്ങനെ നിറയ്ക്കാം. ഇതുപോലെ എന്ത് രസമാണ് അങ്ങനെ വളച്ച് വരയ്ക്കാൻ. കുറേ വരയ്ക്കാം. ധാരാളം പേജില്ലേ, അതൊക്കെ നിറയെ നമുക്ക് വരയ്ക്കാം. ഇനി വീണ്ടും ആദ്യം വരച്ചതുപോലെ മുന്നോട്ടും പിറകോട്ടും വളച്ച് വരയ്ക്കാം. വീണ്ടും മുന്നോട്ടും പിറകോട്ടും വളച്ച് വരയ്ക്കാം. ഇങ്ങനെ ധാരാളം വരയ്ക്കാം. കുറേ വരയ്ക്കാം. പേജ് നിറയെ വരയ്ക്കാം. അപ്പം നമുക്ക് എഴുതാൻ സുഖം അങ്ങനെ വരച്ച് പഠിച്ചാൽ കേട്ടോ. ഇതാ ഇങ്ങനെ വളച്ച് വരച്ചുള്ളിലൂടെ വീണ്ടും വരയ്ക്കാം. മുന്നോട്ടും പിറകോട്ടും വളച്ച് വരച്ചുള്ളിലൂടെ വരയ്ക്കാം. അങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കാം. മക്കൾ ഇനി നമുക്ക് 1 2 3 1 2 3 എഴുതി നോക്കിയാലോ. വരയിന്ന് തുടങ്ങാം. 1 ഇനി 2 എഴുതുന്നത് നോക്കേ. നേരത്തെ വളച്ച് വരച്ചതുപോലെ ഇങ്ങോട്ട് വളച്ച് വരയ്ക്കുക. പിന്നെ ഇങ്ങനെ പുറകോട്ട് നേരത്തെ വളച്ച് വരച്ചതുപോലെ ഇങ്ങനെ സൈഡിലോട്ട് വരയ്ക്കുക. പിന്നെ ഇതാ അങ്ങനെ പുറകോട്ട് വളയ്ക്കുക. അങ്ങനെ 2 എഴുതി നോക്കിയേ. കുറേ എഴുതി നോക്കിയേ. ഒന്നുകൂടെ നേരത്തെ വളച്ച് വരച്ചതുപോലെ സൈഡിലോട്ട് വരച്ചിട്ട് ഇങ്ങനെ വളച്ചെടുത്ത് പുറകോട്ട്. അങ്ങനെ കുറേ പ്രാവശ്യം എഴുതി നോക്കാം. നമുക്ക് 3 എഴുതി നോക്കാം. 3 എന്താ നേരത്തെ വളച്ച് വരച്ചതുപോലെ സൈഡിലോട്ട് വീണ്ടും വരയ്ക്കുക. കൈയെടുക്കാതെ ഒന്നുകൂടെ വളച്ച് താഴോട്ട് വരയ്ക്കാം. 3 റെഡി. ഇതുപോലെ വീണ്ടും എഴുതി നോക്കാം. 1 സൈഡിലോട്ട് വളയ്ക്കുക. അത് കൈയെടുക്കാതെ വീണ്ടും അതിൻ്റെ മുകളിലൂടെ താഴോട്ട് വളയ്ക്കുക. 3 ആയി. 3 ഓക്കെ. 3 ഇതാണ് 3. 3 ഒന്നുകൂടെ എഴുതി നോക്കിയാലോ. എന്താ സൈഡിലോട്ട് വളച്ച് വരയ്ക്കുക. കൈയെടുക്കാതെ വീണ്ടും താഴോട്ട് അതേപോലെ വളച്ച് വരയ്ക്കാം. നമുക്ക് 4 അഥവാ 4 എഴുതി നോക്കാം കേട്ടോ. എന്താ ആദ്യം വരച്ച പോലെ ഒരു വര വരയ്ക്കാം. കൈയെടുക്കാതെ ഒരു വര സൈഡിലോട്ട് വരയ്ക്കാം. ഇനി അതിന് നടുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കാം. 4 റെഡി. വെരി സിമ്പിൾ അല്ലേ. ഇതാ നമ്മൾ ഫസ്റ്റ് വരച്ച ഒരു വര വരയ്ക്കുക. അവിടുന്ന് കൈയെടുക്കാതെ സൈഡിലോട്ട് ഒരു വര വരയ്ക്കുക. അതിന് നടുവിലൂടെ ഒരു വര വരച്ചു കൊടുക്കുക. 4 റെഡി. ഇനി അടുത്ത് നമ്മുടെ 5 5 എഴുതി നോക്കിയാലോ. 5 നേരെ ഒരു വര വരയ്ക്കാം. നേരെ ഒരു വര വരച്ചിട്ട് അതിന് താഴോട്ടൊരു വര കൂടെ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ വളച്ച് വരച്ചതുപോലെ ഒരു വര സൈഡിലോട്ടിടാം. 5 റെഡി. 5 റെഡിയായി. ഒന്നുകൂടെ എഴുതി നോക്കിയാലോ. ചെരിച്ചൊരു വര വരയ്ക്കുക. അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് താഴോട്ടൊരു വര വീണ്ടും വരയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സൈഡിലോട്ടൊന്ന് വളച്ചു കൊടുക്കുക. 5 റെഡിയായി. ഇത് കുറേ പ്രാവശ്യം എഴുതി നോക്കാം. നമുക്ക് അടുത്തതായിട്ട് 6 അല്ലെങ്കിൽ 6 എഴുതി നോക്കാം കേട്ടോ. അതിന് ഒരു വര ചെരിച്ചിങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഉള്ളിലോട്ട് മടക്കി. 6 റെഡി. 6 റെഡിയായി. ഒന്നുകൂടെ എന്താ നോക്കൂ. ഒരു വര ചെരിച്ചിങ്ങനെ വരച്ചു കൊടുക്കുക. ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. 6 റെഡി. ഇങ്ങനെ കുറേ വരച്ച് നോക്കൂ. കുറേ വരച്ച് നോക്കൂ. നല്ല രസമല്ലേ. എന്നാൽ ഒന്ന് വളച്ച് വരയ്ക്കുക. ഒരു വര വളച്ച് വരയ്ക്കുക. ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക. 6. ഇനി അടുത്തത് 7 ഒന്ന് എഴുതി നോക്കിയാലോ. ഒരു വര ചിരിച്ച് വരയ്ക്കുക.
അവിടുന്ന് താഴോട്ടൊന്ന് വരയ്ക്കുക. ഒരു വര ചെരിച്ചു വരയ്ക്കുക, അവിടുന്ന് താഴോട്ടൊന്ന് വരയ്ക്കുക. ഇതുപോലെ കുറേ പ്രാവശ്യം എഴുതി നോക്കിയാൽ നല്ല വൃത്തിയാവുകയും ചെയ്യും, സുഖമായിട്ട് എഴുതാനും പറ്റും. ഓക്കെ. അടുത്തത് 8. നമ്മൾ നേരത്തെ ഒരു വര അപ്പുറത്തോട്ട് മുന്നോട്ടും പിറകിലോട്ടും ഇങ്ങനെ ചെരിച്ച് വരച്ചില്ലേ? കുറേ എണ്ണം അങ്ങനെ മുന്നോട്ടും പിറകിലോട്ടും ഇങ്ങനെ ചെരിച്ച് വരച്ചില്ലേ? അതുപോലെ വരച്ചിട്ട് അതുപോലെ മുന്നോട്ടും പിറകോട്ടും ചെരിച്ച് വരച്ചിട്ട് ഉള്ളിലൂടെ ഇങ്ങനെ എടുത്ത് ഇവിടെ മുട്ടിച്ചു കൊടുക്കുക. 8 സുഖമായിട്ട് എഴുതാൻ പറ്റും. ഒന്നുകൂടെ നോക്കൂ. മുന്നോട്ട് വളയ്ക്കുക, പിറകോട്ട് വളയ്ക്കുക, ഉള്ളിലൂടെ എടുക്കുക, മുട്ടിച്ചു കൊടുക്കുക. ഈസി, വെരി സിമ്പിൾ. ഒന്നുകൂടെ നോക്കാം. മുന്നോട്ട് വരയ്ക്കുക, പിറകോട്ട് വളയ്ക്കുക, ഉള്ളിലൂടെ എടുക്കുക, മുട്ടിച്ചു കൊടുക്കുക. 8 ഓക്കെ. ആയിട്ട് 9 എങ്ങനെയാണ് എഴുതാൻ നോക്കാം. 9 തുടങ്ങാം. സൈഡിലോട്ട് ഇങ്ങനെ വളച്ച് വരയ്ക്കുക, മുകളിലോട്ട് കൊണ്ടുപോയി മുട്ടിക്കുക, താഴോട്ട് വരയ്ക്കുക. 9 ഓക്കെ. 9 റെഡിയായി. നോക്കൂ. സൈഡിലോട്ട് വളച്ച് വരയ്ക്കുക, മുകളിലോട്ട് കൈ കൊണ്ടുപോവുക, മുട്ടിച്ചു. ഇനി അവിടെ നിന്ന് മുട്ടിച്ച സ്ഥലത്തുനിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. 9 ഓക്കെ. ഒന്നുകൂടെ സൈഡിലോട്ട് വളച്ച് വരയ്ക്കുക, വളച്ച് വരച്ച വര മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ മുട്ടിക്കുക, മുകളിൽ മുട്ടിക്കുക, താഴോട്ടൊരു വര വരയ്ക്കുക. 9 റെഡി. 10 എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം കേട്ടോ. ഇത് വളരെ ഈസിയോ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഫസ്റ്റ് വരച്ച ഒരു വര വരച്ചു കൊടുക്കുക, പിന്നെ ഒരു വട്ടം വരയ്ക്കുക, ഒരു ചെറിയ വട്ടം വരയ്ക്കുക. 10 റെഡി. നമ്മൾ ഫസ്റ്റ് വരച്ചൊരു വര വരയ്ക്കുക, ചെറിയൊരു പൂജ്യം ഇട്ട് കൊടുക്കുക, ഒരു വര വരയ്ക്കുക, ചെറിയൊരു പൂജ്യം ഇട്ട് കൊടുക്കുക. 10 ഓക്കെ. രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു കുട്ടീനെ നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുമ്പോൾ അവന് ഏറ്റവും പരിചയമുള്ള വാക്കുകൾ, അവൻ എഴുതുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഇതൊക്കെ നേരിട്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം അവനെ എഴുതാനായിട്ട് പഠിപ്പിക്കാൻ. അപ്പോൾ ഈ വക പരിമിതികളൊക്കെ പരമാവധി ഞാൻ മറികടക്കാൻ ശ്രമിച്ചിട്ടാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് അവരെ കൂടുതൽ സഹായിക്കാനാവും നമ്മളെക്കാളും. അവർക്ക് ഇഷ്ടമുള്ള വാക്കുകൾ, പല അക്ഷരങ്ങളും വെച്ച് അവർക്ക് ഇഷ്ടമുള്ള വാക്കുകൾ, പരിചയമുള്ള വാക്കുകളൊക്കെ രക്ഷിതാക്കൾ കണ്ടെത്തി അവരെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികൾക്ക് സമ്മാന പൊതികളോടൊപ്പം അത് മിഠായികളോടൊപ്പമൊക്കെ ഒരു നോട്ട്ബുക്കോ ഒരു പെൻസിലോ നിർബന്ധമായി വാങ്ങിക്കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ വരയ്ക്കട്ടെ. അതിൽ കുത്തി വരയ്ക്കുകയോ വലിച്ചു കീറുകയോ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ, ഈ വീഡിയോയിൽ കാണിച്ച പോലത്തെ രൂപങ്ങൾ വരയ്ക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവരിങ്ങനെ വരച്ച് പഠിച്ചാൽ, ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നാൽ അവരുടെ കൈ വഴങ്ങും. അപ്പം അങ്ങനെ കൈ വഴങ്ങി കിട്ടിയാൽ നമുക്ക് അവരുടെ എഴുത്ത് ശരിയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവരെ ഇങ്ങനെ നോട്ട്ബുക്കും പെൻസിലൊക്കെ വാങ്ങി അവരെ എഴുതാൻ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക.